ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൂക്കൾ പനിനി പൂക്കൾ നീയും കാണും. അല്ല, ഇത്രയും പൂക്കൾ ബാക്കിയുണ്ടോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് പൂക്കൾ ബാക്കിയുണ്ടെന്ന്. അല്ലേ വേണ്ട, ഒന്നും കൂടെ ഒന്ന് മണിയാറ് ഭംഗിയാക്കിയേക്കാം അല്ലേ? അല്ല, ഇനിയിപ്പോ ഇതും കൊണ്ട് എങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നേ? ഇനിയിപ്പോ ഇതെന്ത് ചെയ്യും? ഓ, കാശ് കൊടുത്ത് വാങ്ങിച്ച പോവാ. ഇതിപ്പോ ഇത് എങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്നേ? അല്ല, വേറെ മുറി വല്ലതും ഒഴിഞ്ഞു കിടപ്പുണ്ടോ? എന്തിനാ? അല്ല, മറ്റൊരു ശാന്തി മുഹൂർത്തം കൂടി സെറ്റ് ചെയ്യാനുള്ള വഴിയുണ്ടോന്ന് അറിയാനാ. വഴിയുണ്ട്, ദേ പുറത്തേക്കുള്ള വഴി. മോൻ പോവാൻ നോക്ക്. എന്നാ പിന്നെ ആ പോയേക്കാലേ. അല്ലേ, ഈ ഓട്ടോയൊക്കെ ആണെങ്കിൽ ഹെഡ്ലൈറ്റും കുറവാ, ആകെ പ്രശ്നമാ. ചെല്ല്, റോഡിലൊക്കെ നല്ല വെട്ടവാ, അതും കണ്ടങ്ങ് പോയാ മതി. എങ്കിൽ ശരി, പോയേക്കല്ലേ. ആ എന്തായാലും പൂവെടുത്തേക്കാം, ഓട്ടോയെങ്കിലും അലങ്കരിക്കാലോ. അല്ല, ഇയാള് പോകുന്നില്ലേ? ആ ഞാനും പോവാ. എന്നാ വാ, ഒരുമിച്ചിറങ്ങാം. വാ. വിടില്ല നിന്നെ പെണ്ണെ, വിടില്ല നിന്നെ കണ്ണ്. പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ ഇത്രയൊക്കെ ചിന്തകളും കണക്കൂട്ടലും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തൊക്കെയാ ചെക്ക ഇവിടെ എന്ന് പറഞ്ഞേ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് സങ്കടം വന്നോണ്ട് അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതിനിപ്പോ എന്താ, മനസ്സിലാക്കാനൊന്നുമില്ല. വിഷ്ണുവേട്ടന്റെ സ്വന്തം ഏട്ടനായിട്ട് കമലൻ ചങ്കിനകത്ത് കൊണ്ട് നടക്കുക. വിഷ്ണുവേട്ടൻ ഇന്ന് കമലിനെ ഉപേക്ഷിച്ച നാളെ അവന്റെ മുന്നിൽ ജീവിക്കാൻ ഒരു ലോകമില്ല. അവൻ ചിലപ്പോ ആത്മഹത്യ ചെയ്യും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും അവൻ കാരണം നമ്മൾ ഇന്നൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണല്ലോ. അത് മനസ്സിലാക്കി തരാൻ കൂട്ടുകാരൻ വേണ്ടി വന്നു. ഇടി, അവൻ എന്റെ ചങ്കല്ലേ, എന്റെ മനസ്സ് വായിച്ചറിയുന്നവൻ. അപ്പൊ ഞാനോ? എടി, നീ എന്റെ ജീവന്റെ പാതിയല്ലേ. ആരാദ്യം പോയാലും ബാക്കിയുള്ള പകുതി വെച്ചിട്ടേ മറ്റേ ആൾക്ക് ജീവിക്കാനാവില്ലല്ലോ. എന്റെ മനസ്സില് പഴയ ഓർമ്മകളാ. നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ഇതേപോലുള്ള ആ രാത്രി. അതെ, ഇങ്ങനെ പഴയ കാര്യങ്ങളും പറഞ്ഞിരുന്നാ മതിയോ? കിടക്കണ്ടേ? കമലിനും ആ പെണ്ണും കൂടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണിയറിയ. ആ, അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ആദ്യം നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് അവരുടെ കാര്യം ചിന്തിക്കൂടെ ചെയ്യുന്നുള്ളൂ. കേട്ടോ കേട്ടോ കേട്ടോ.